നമസ്കാരം. 75 വർഷമായി അമേരിക്ക കാത്തുസൂക്ഷിച്ച നയതന്ത്ര മര്യാദകളെ വെറും കടലാസു തുണ്ടുകൾ പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഊഴം ഗംഭീരമാക്കുകയാണ്. വെനിസ്വേലയിലെ എണ്ണ ശേഖരത്തിനുമേലുള്ള കൈകടത്തലുകൾ, ഗ്രീൻലാൻഡിനായുള്ള വിചിത്രമായ വാദങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യൻ ആസ്തികൾ പിടിച്ചെടുക്കൽ, ഇതൊക്കെ ട്രംപിന്റെ പെട്ടെന്നുണ്ടാകുന്ന നീക്കമാണ് എന്ന് കരുതുന്നവർക്ക് തെറ്റി. 2025 നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന അപകടകരമായ ബ്ലൂ പ്രിന്റിന്റെ പച്ചയായ നടത്തിപ്പാണ് നാം ഈ കാണുന്നത്. പാക്സ് ട്രംപിയാന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പുതിയ ലോകക്രമം അമേരിക്കയുടെ സ്വാർത്ഥതയുടെയും അധിനിവേശ താല്പര്യങ്ങളുമാണ് പ്രകടമാകുന്നത്. ഇത്രയും കാലം ലോകത്തിന്റെ ഏതു കോണിലും ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്ന വ്യാജേന ഇടപെട്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ആ മുഖം മൂടി പൂർണ്ണമായും അഴിച്ചു വെച്ചിരിക്കുകയാണ്. പുതിയ നയരേഖകൾ അനുസരിച്ച് അമേരിക്ക ഇനി ഒരു ലോക പോലീസായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം സ്വന്തം താല്പര്യങ്ങൾക്കും പ്രാദേശിക സ്വാധീനത്തിനും മാത്രം മുൻഗണന നൽകുന്ന ഒരു റീജിയണൽ റിയലിസ്റ്റായി മാറാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ലോകം മുഴുവൻ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിനു പകരം ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ അർദ്ധഗോളത്തെ സ്വന്തം മുറ്റമായി കണ്ട് അവിടെ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. മറ്റു ഭൂഖണ്ഡങ്ങളിലെ പ്രശ്നങ്ങൾ തലയിടുന്നതിനേക്കാൾ തങ്ങളുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുകയും അവിടെ അമേരിക്കൻ അധികാരം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതിനാണ് ഇനിയുള്ള മുൻഗണന. ലോക സമാധാനമോ മനുഷ്യാവകാശമോ അല്ല ഇനി അമേരിക്കയുടെ യുദ്ധങ്ങളുടെ മാനദണ്ഡം. ഒരു വിദേശ സംഘർഷത്തിൽ ഇടപെടണമെങ്കിൽ അതിലൂടെ അമേരിക്കയ്ക്ക് നേരിട്ട് എന്ത് സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നത് മാത്രമാകും ഇനിയുള്ള ചിന്ത. വെനിസ്വേലയെ പോലുള്ള രാജ്യങ്ങളെ തകർക്കുന്നതും അവിടുത്തെ വിഭവങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കവും ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ ട്രംപ് ഒരു ഭീഷണിയായാണ് കാണുന്നത്. ചൈനയ്ക്കും യൂറോപ്യൻ യൂണിയനും നൽകിയതുപോലെ ഇന്ത്യയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്കും കടുത്ത നികുതി ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വലിയ ഇളവുകളും ആനുകൂല്യങ്ങളും നൽകിയെങ്കിലും സാമ്പത്തികമായി ഇന്ത്യയെ ഞെരുക്കാൻ ട്രംപിന് മടിക്കില്ല. വ്യാപാര ബന്ധങ്ങൾ കേവലം ലാഭനഷ്ട കണക്കുകളിൽ മാത്രം അധിഷ്ഠിതമാകുന്നത് ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ കാഷ് പട്ടേൽ, ഉഷ വാൻസ് തുടങ്ങിയ ഇന്ത്യൻ വംശജർ ഉയർന്ന പദവികളിലുണ്ട് എങ്കിലും അത് സാധാരണയായി ഇന്ത്യൻ പ്രവാസികൾക്ക് ഗുണകരമാകുമെന്നും കരുതാനാവില്ല. ട്രംപിന്റെ മാഗാ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ദേശീയതയും കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും വരും നാളുകളിൽ ഇന്ത്യൻ സമൂഹത്തിന് വലിയ വെല്ലുവിളിയാകും. വൈറ്റ് ഹൗസിലെ ഏതാനും വ്യക്തികളുടെ സാന്നിധ്യം ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ കുടിയേറ്റക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. കടുത്ത ക്രിസ്ത്യൻ മൂല്യങ്ങളിലും അമേരിക്ക ഫസ്റ്റ് നയത്തിലും വിശ്വസിക്കുന്ന മാഗാ പ്രസ്ഥാനം വിദേശങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റത്തെ പൂർണ്ണമായും തടയാനാണ് ലക്ഷ്യമിടുന്നത്. സിലിക്കൺ വാലിയിലെ സാങ്കേതിക മേഖലകളിലേക്ക് ഇന്ത്യൻ പ്രതിഭകളെ എത്തിക്കുന്ന രീതി ഇനി എളുപ്പമാകില്ല. മികച്ച ശമ്പളവും അവസരങ്ങളും തേടി അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെ അമേരിക്കയുടെ ആഭ്യന്തര തൊഴിൽ വിപണിക്ക് ഭീഷണിയാണ് എന്നാണ് ട്രംപ് അനുകൂലികൾ വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ കരുത്തുറ്റ പാലമായിരുന്നു ഈ പ്രവാസികൾ. ഇന്ന് അമേരിക്കയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ കണ്ണിൽ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു. പുതിയ ലോകക്രമത്തെ നിയന്ത്രിക്കുന്നതിൽ ജനാധിപത്യ മൂല്യങ്ങൾക്കും മാനുഷിക പരിഗണനകൾക്കും ഇനി സ്ഥാനമില്ല എന്ന വ്യക്തമായ സൂചനയാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. ദശാബ്ദങ്ങളായി ആഗോള സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുകയാണ് G7 കൂട്ടായ്മയെ തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യവും. പകരം അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാൻ എന്നീ കരുത്തരായ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. റഷ്യയുടെ സൈനിക കരുത്തും ഇന്ത്യയുടെ ചൈനയുടെയും സാമ്പത്തിക സ്വാധീനവും ചേരുമ്പോൾ മാത്രമേ ലോകത്ത് സമാധാനവും സ്ഥിരതയും ഉണ്ടാകൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതിനായി അദ്ദേഹം വിഭാവനം ചെയ്യുന്ന കോർ 5 എന്ന സഖ്യത്തിൽ റഷ്യയും ചൈനയും ഇന്ത്യക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന പങ്കാളി എന്ന നിലയിലുള്ള സ്ഥാനമാണുള്ളത്. അമേരിക്കൻ ധാർഷ്ട്യവും യൂറോപ്പിന്റെ തകർച്ചയും യൂറോപ്യൻ യൂണിയനെ പാടെ അവഗണിച്ചിട്ടുള്ള ഈ പുതിയ നീക്കം അമേരിക്കയുടെ നയതന്ത്ര ധാർഷ്ട്യത്തിന്റെ തെളിവാണ്. ഒരു കാലത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പുറന്തള്ളുന്നത് അന്താരാഷ്ട്ര തലത്തിലെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. എന്തായാലും ട്രംപിന്റെ പാക്സ് ട്രംപിയാന എന്നത് വെറും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് ലോകത്തെ ഒരു കമ്പോളമായി മാത്രം കാണുന്ന പച്ചയായ ബിസിനസ് തന്ത്രമാണ്. സൗഹൃദങ്ങൾക്കും ഉടമ്പടികൾക്കും പകരം ലാഭനഷ്ടങ്ങൾക്കും കരുത്തിനും മാത്രം വില കൽപ്പിക്കുന്ന ഈ പുതിയ നയം
അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സുവർണ കാലത്തിന് അന്ത്യം കുറിക്കുകയാണ്.